നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് ഒരു സംഗീതം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഇപ്പോഴും കേൾക്കുന്ന ഒരു വിഷയമാണ്, പേരാണ് സംഗി എന്ന് പറയുമ്പോൾ തീവ്രമായ ഹിന്ദുത്വം പറയുന്ന ആൾ എന്ന രീതിയിലാണ് നമ്മുടെ സമൂഹത്തിൽ പരിചിതമായിട്ടുള്ളത്. സംഘികൾ എന്ന് പറയുമ്പം നമ്മൾ പലപ്പോഴും നമുക്കറിയാം. അതായത് വീര സവർക്കർ സെല്ലുലാർ ജയിലിൽ വെച്ച് പറഞ്ഞ ഒരു വാചകമാണ്. പുള്ളിയാണ് ആദ്യമായിട്ട് പറയുന്നത് സംഖ്യ. പിന്നെ RSS എന്ന് പറയുന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിൻ്റെ പരഞ്ചപ്പയുടെയൊക്കെ ആ പ്രസ്ഥാനത്തിൽ ആ സംഘത്തിലുള്ള അവരാണ് സംഖ്യകളെന്ന് പറയുന്നത്. അവർ സ്വയം പറയുകയും മറ്റാളുകൾ അവരെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഈ സംഖ്യകളെന്ന് പറയുന്ന വിഭാഗങ്ങളെല്ലാം ഹിന്ദുക്കളാണ്. ഭൂരിഭാഗം ആളുകളും ഹിന്ദുക്കളാണ് സംഖ്യകളിൽപ്പെട്ടവർ. അപ്പം ആ സംഖ്യകളിൽപ്പെട്ട എല്ലാ ആളുകളും ഈ പറയുന്ന മാധവ് സദാശിവ ഗോൾവൽക്കറുടെ വിചാരധാര വായിച്ചിട്ട് ആ പ്രത്യയശാസ്ത്രത്തിലേക്ക് പോയി ആളോ ഒന്നുമല്ല. നമ്മളെപ്പോഴും സംഖ്യ എന്ന് പറയും. സംഖ്യകൾ എന്താണെന്ന് നമുക്കറിയാം. അവരെപ്പോഴും തീവ്ര ഹിന്ദുത്വം പറയുന്ന ആളുകളാണ്. അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ ഒരു പക്ഷം ചേർന്ന് പറയുന്ന ആളുകളാണ്. ഹിന്ദുത്വ രാഷ്ട്രീയം പറയുന്ന ആളുകളാണ്. അല്ലെങ്കിൽ അവർ RSSകാരാണ്, അല്ലെങ്കിൽ അവർ BJPക്കാരാണ് എന്നൊക്കെ നമുക്ക് പറയാം. അവർ സവർക്കറുടെ അനുയായികളാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ സംഖ്യകൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന്? നമ്മുടെ സമൂഹത്തിൽ RSSൽ ചേരുന്ന ഇപ്പം കുറേ സംഖ്യകൾ ചെറുപ്പത്തിലേ ചിലപ്പം ശാഖയിൽ പോകുന്നു, അല്ലെങ്കിൽ ചിലപ്പം വീട്ടിലുള്ളവരൊക്കെ ശാഖയിൽ പോകുന്നവരായതുകൊണ്ട് ചിലപ്പം കൊച്ചിലെ വിളിച്ചുകൊണ്ട് പോകും. അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ചേരാൻ നേരം എങ്ങനെയോ ആ പ്രസ്ഥാനത്തിലേക്ക് പോകുന്നു. ഓരോരുത്തർക്കും ജീവിത സാഹചര്യങ്ങളിൽ ചിലപ്പം ഇഷ്ടം തോന്നി പോകുന്നതാണ്. ചിലർ കമ്മ്യൂണിസ്റ്റിലേക്ക് പോകും, ചിലർ യൂത്ത് കോൺഗ്രസ്സിലേക്ക് പോകും, ചിലർ DYFIയിലേക്ക് പോകും, ചിലർ RSSലേക്ക് പോകും. അങ്ങനെയാണല്ലോ. പക്ഷേ ഇതിനപ്പുറത്ത് എല്ലാവരും പക്ഷേ യഥാർത്ഥത്തിൽ ഈ സംഖ്യകളുടെ എണ്ണം കൂടിക്കൂടി ഇന്ന് വരുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട്? എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ മാധവ് സദാശിവ ഗോൾവൽക്കറുടെ വിചാരധാര വായിച്ചവരല്ല, വായിച്ചിട്ട് അതിലേക്ക് പോയവരല്ല. അത് കമ്മ്യൂണിസ്റ്റുകാരും അങ്ങനെ തന്നെയാണ്. എല്ലാവരും ദാസ് ക്യാപിറ്റലോ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയോ ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസോ ഒന്നും വായിച്ചവരല്ല. അപ്പം ഇവിടെ സംഖ്യകളുടെ എണ്ണം കൂടി വരുന്നുണ്ട് ഇന്ന് സമൂഹത്തിൽ. എന്തുകൊണ്ടാണ് ഇതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? പക്ഷേ അത് എനിക്കിപ്പോൾ മനസ്സിലായി. ഞാൻ പറയട്ടെ. അതായത് സംഖ്യകളെന്ന് പറയുന്നത് എപ്പോഴും തീവ്ര ഹിന്ദുത്വമാണ് പറയുന്നത്. അപ്പം ഒരാളെ സംഖ്യയാക്കുന്നത്, സമൂഹത്തിൽ ഒരാളെ സംഖ്യയാക്കുന്നത് അയാൾ RSSൽ ചേരണമെന്നോ RSSൻ്റെ ശാഖയിൽ പോകണമെന്നോ സംഘത്തിൽ പോകണമെന്നൊന്നുമില്ല. അവർ പരസ്യമായിട്ട് ഞാൻ RSSകാരനാണ് അല്ലെങ്കിൽ ഞാൻ സംഖ്യയാണ് എന്നൊന്നും വിളിച്ച് പറയണമെന്നൊന്നുമില്ല. അവർ ചില അഭിപ്രായങ്ങൾ പറയും, ചില തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ പറയും, അല്ലെങ്കിൽ ചില ഹിന്ദുക്കളെക്ക് വേണ്ടി സംസാരിക്കും, അല്ലെങ്കിൽ ഹിന്ദുക്കളെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പം അവർ അതിനെതിരെ പ്രതികരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് സമൂഹം തന്നെ അവരെ സംഖ്യ എന്ന് ചാർത്തപ്പെടും. ഇപ്പം എന്നെ തന്നെ ഇപ്പം മുസ്ലിങ്ങൾ മുഴുവൻ പറയുന്നത് ഞാൻ സംഖ്യയാണെന്നാണ്. ഞാൻ സംഖ്യ ആയിരുന്നു. ഇത്രയും നാൾ ഞാനൊരു മുഖംമുടി ഇട്ടുകൊണ്ട് നടക്കുകയായിരുന്നു. ഇപ്പം ഞാൻ സംഖ്യയാണ്, യഥാർത്ഥത്തിൽ ഞാൻ സംഖ്യയാണ്, എൻ്റെ സംഖ്യസം പുറത്തു വന്നു എന്ന് ചിലർ പറയുന്നുണ്ട്. നമുക്കത് വിഷയമല്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം. ഹിന്ദു സംസ്കാരത്തെ അപമാനിക്കാനും രാമനെ അപമാനിക്കാനും ശ്രമിച്ചപ്പം അത് അപമാനിച്ച മുസ്ലിം ഈ തീവ്രവാദികൾക്കെതിരെ ഞാൻ പ്രതികരിക്കുകയും ചെയ്തു. രാമന് വേണ്ടി സംസാരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ സംഖ്യയായത് അവർക്ക്. അത് പണ്ട് മുതലേ അങ്ങനെയാണ്. നമ്മുടെ സമൂഹത്തിൽ
മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചാൽ നമ്മൾ സുഡാപ്പിയാവും, ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിച്ചാൽ സംഖ്യയാവും. അങ്ങനെയൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി, കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കമ്മിയാക്കും. അങ്ങനെയൊക്കെയാണ്. എന്നെ പണ്ട് സുഡാപ്പി ആക്കിയതാണ് ഇവിടെ ആളുകൾ, സംഖ്യകൾ ഉൾപ്പെടെയുള്ള ആളുകൾ എന്നെ സുഡാപ്പി ആക്കിയതാണ്. ഇപ്പം ആ മുസ്ലിങ്ങൾ തന്നെ എന്നെ ഇപ്പം സംഖ്യയാക്കിയിട്ടുണ്ട്. രണ്ടിലും നമുക്ക് വലിയ വിരോധമൊന്നുമില്ല, കാരണം അവരുടെ മനസ്സിലാണ് രണ്ടും തോന്നിയിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ഞാൻ പറയാമെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതല്ല, ഒരാൾ എങ്ങനെയാണ് സംഖ്യയാകുന്നത് സമൂഹത്തിൽ. ഞാൻ പറഞ്ഞില്ലേ, ഈ സംഘടനയിൽ പോകാത്ത, ശാഖയിൽ പോകാത്ത ആളുകളൊക്കെ സമൂഹത്തിൽ സംഖ്യ എന്ന പേര് ചാർത്തപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾ ഹിന്ദു സംസ്കാരത്തെ മോശമായിട്ട് പറയുമ്പം, ഹിന്ദു സംസ്കാരത്തിലെ ഓരോന്നിനെ മോശമാക്കി ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വിഷയം തന്നെ എടുക്കാം. ഇപ്പോൾ ശ്രീരാമനെ ദൈവമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്ന് പറയുമ്പം നമ്മൾ എന്ത് ചെയ്യും? അതിനെതിരെ പ്രതികരിക്കും. അതിനെതിരെ പ്രതികരിച്ചാൽ നമ്മൾ സംഖ്യയാണ്. മനസ്സിലായി? അത് മുസ്ലിം പ്രതികരിച്ചാലും ഹിന്ദു പ്രതികരിച്ചാലും ക്രിസ്ത്യാനി പ്രതികരിച്ചാലും ഇതേ അവസ്ഥ തന്നെയാണ്. അവനെ സംഖ്യയാക്കും, അല്ലെങ്കിൽ അവളെ സംഖ്യയാക്കും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ കുറേ ആളുകൾ പറയുന്നുണ്ട്, ഞാൻ ഒരു സംഖ്യ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഞാനൊരു സംഖ്യയാണ് എന്നൊരു അപ്പം ഒരാൾ വീഡിയോ ഇട്ട് പറഞ്ഞിരുന്നു, ഞാൻ സംഖ്യയുടെ വക്കത്തി എന്നിങ്ങനെ നിന്നു, അവിടെ വരെ പോയി നിലപാട് പറഞ്ഞെന്ന്. ഞാൻ സത്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ സംഖ്യകൾ ഉണ്ടാകുന്ന, സംഖ്യകൾ ഇനിയും കൂടത്തേ ഉള്ളൂ. കാരണം ഈ തീവ്രവാദികൾ ഉള്ളിടത്തോളം കാലം സംഖ്യകൾ കൂടത്തേ ഉള്ളൂ. കാരണം സംഖ്യ എന്ന് പറയുന്ന യഥാർത്ഥത്തിലൊരു ഇവർ പറയുന്ന പേരാണ്. ഒന്ന് ആലോചിക്കണം, അത് സംഖ്യയാണോ എന്താണെന്ന് ഇവരൊരു പേര് കൊടുത്തതാണ്. അതായത് ഹിന്ദുക്കൾക്കെതിരെ സംസാരിക്കുമ്പം ഇപ്പം നമ്മുടെ ഈ നരബലിയുടെ വിഷയം തന്നെ വന്നപ്പം നരബലി നടത്തിയതുമൊക്കെ മുസ്ലിങ്ങളാണ്. പക്ഷേ എങ്കിലും അവിടെയും ഹിന്ദു സംസ്കാരത്തെ ഹിന്ദു മതത്തിനകത്താണ്, ഹിന്ദു മതത്തെയാണ് അവിടെ വ്യംഗ്യാർത്ഥത്തെ ഈ യുവന്മാർ വിമർശിക്കുന്നത്. ഈ മുസ്ലിം തീവ്രവാദികൾ, ഈ ഇസ്ലാമിസ്റ്റുകൾ വിമർശിക്കുന്നത് വ്യംഗ്യാർത്ഥത്തിൽ ഹിന്ദു മതത്തെയാണ് വിമർശിക്കുന്നത്. മനസ്സിലായി? അങ്ങനെ വരുമ്പം എന്ത് ചെയ്യുമെന്ന് പറയും, ഹിന്ദുക്കളിൽ ചിലരത് ഇഷ്ടപ്പെടാത്തവർ, ധർമ്മബോധമുള്ള ഹിന്ദുക്കൾ എന്ത് ചെയ്യുമെന്നറിയാവോ, അതിന് പ്രതികരിച്ചാൽ അവൻ ഹിന്ദുവാണ്, അവൻ സംഖ്യയാണ്, അവൻ സംഖ്യയാവും, അവനെ സംഖ്യ എന്ന് ചാർത്തും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ സംഖ്യകൾ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹിന്ദു മതത്തിന് വേണ്ടി ആരെങ്കിലും സംസാരിച്ചാൽ അവൻ സംഖ്യയാണ്. ഹിന്ദു മതത്തെ ആരെങ്കിലും അപമാനിക്കുമ്പം അതിനോട് പ്രതികരിച്ചു കഴിഞ്ഞാൽ അവൻ സംഖ്യയാണ്. ഹിന്ദു മതത്തിലെ ശ്രീരാമൻ, ഇപ്പം ഞാൻ തന്നെ എൻ്റെ തന്നെ അവസ്ഥ മനസ്സിലായല്ലേ. അപ്പം ഇതാണ് അവസ്ഥ. ഇനിയിപ്പോൾ സംഖ്യകൾ കൂടി വരത്തേ ഉള്ളൂ. കാരണം ഈ തീവ്രവാദികളുള്ളിടത്തോളം കാലം സംഖ്യകൾ കൂടി വരും. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ തന്നെ ഒരു സംഖ്യയാണെന്നാണ് ഇവർ പറയുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടോ? ഒരു സംഖ്യയുടെ നിലപാട് വരെ ഞാൻ പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, സന്തോഷം. കാരണം എന്താണെന്നറിയാമോ, ഇനി ഹിന്ദുവിന് വേണ്ടി സംസാരിക്കുന്നവനാണ് സംഖ്യയെങ്കിൽ ഞാൻ സംഖ്യയാണ് എന്ന് തന്നെ എനിക്ക് പറയാൻ, എൻ്റെ നിലപാട് അത് തന്നെ. കാരണം ഞാൻ അള്ളാഹുവിന് വേണ്ടി സംസാരിച്ചപ്പോൾ ഞാൻ ഭയങ്കര സംഭവം എന്ന് പറഞ്ഞ് കൈകൊട്ടുമായിരുന്നു. മനസ്സിലായി? പക്ഷെ ഞാൻ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പോയി നിന്ന സമയത്ത് അതിന് താഴെ എഴുതിയത് ഞാൻ സംഖ്യയാണെന്നാണ് എഴുതിയത്. ആ പറഞ്ഞ ആളുകൾ തന്നെ, നേരത്തെ കൈകൊട്ടി പ്രോത്സാഹിപ്പിച്ച ആളുകൾ, ലൈക്ക് അടിച്ചവർ ഇന്ന് തിരിച്ച് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പോയപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവിടെ ഞാൻ സംഖ്യയായി. അപ്പോൾ യഥാർത്ഥ സംഖ്യകളെ അല്ല ഇവർ പറയുന്നത്, ഇവർ ഹിന്ദു മതത്തെ തന്നെയാണ് പറയുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്.